എന്നൊരു കൗതുകകരമായ ഒരു കാര്യമുണ്ട്. പ്രധാനപ്പെട്ട 3 തീവ്രവാദ സംഘടനകളുണ്ട്. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 ഹൂത്തി, 3 എച്ചില തുടങ്ങുന്നത്. ഈ 3 തീവ്രവാദ സംഘടനകളുടെയും നേതാവായി ഒരുവൻ പരിഗണിക്കപ്പെടുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ഈ പറയുന്ന നിരീക്ഷകർ മുഴുവൻ പറയുന്നത് അവൻ്റെ ഡെത്ത് വാറന്റ് എഴുതി കഴിഞ്ഞു, ഇസ്രായേൽ അവനെ തട്ടും. ക്രിസ്തീയ സഭയിൽ അതിൻ്റെ ആദിമ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പീഡനമേറ്റൊരു സഭയാണ് ക്രിസ്തീയ സഭ. 1, 2, 3 നൂറ്റാണ്ടുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കോൺസ്റ്റാന്റിൻ ചക്രവർത്തി വരുന്നത് വരെ AD 325 കാലഘട്ടം വരെ ക്രിസ്തീയ സഭ പീഡനങ്ങളുടെ നടുവിൽ വളർന്നു വന്ന ഒരു സഭയാണ് ക്രിസ്തീയ സഭ. ഇന്ന് ലോകത്ത് അനേക വിശ്വാസ സംഹിതകളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികളെ ഫോളോ ചെയ്യുന്നവരുണ്ട്, മതങ്ങളുണ്ട്, ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പലതുമുണ്ട് ഇന്ന് ലോകത്ത്, അല്ലേ? അനേക കാര്യങ്ങളുണ്ട്. പക്ഷെ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയത ഒരു മതമായിട്ടല്ല പറയപ്പെടുന്നത്, ഒരു ഫോളോ അപ്പ് ആയിട്ടാണ്, അല്ലേ? ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ യേശുവിനെ അനുകരിക്കുന്നവരെ അന്ത്യോക്യയിൽ വെച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിൻചൊല്ലുന്നവർ, യേശുവിനെ ദൈവമായി ആരാധിക്കുന്നവർ, യേശുവിൻ്റെ മാർഗം പിന്തുടരുന്നവർ എന്ന രീതിയിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നത് അന്ത്യോക്യയിൽ വെച്ചിട്ടാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ വിളിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനി പീഡനങ്ങളുടെ നടുവിൽ വളർന്നു വന്നതാണ്. ക്രിസ്തീയ സമൂഹം, ഈ വിശ്വാസം വാളിൻ്റെ മുൻപിലല്ല വളർന്നു വന്നത്. ക്രിസ്തീയ സമൂഹം വളർന്നു വന്നത് പീഡനങ്ങളുടെ നടുവിലാണ്, ചോദ്യങ്ങളുടെ നടുവിലാണ്, വലിയ ഡിബേറ്റുകളുടെ നടുവിലാണ് ക്രിസ്തീയ സമൂഹം വളർന്നു വന്നത്. നിങ്ങൾ വചനം പരിശോധിക്കുകയോ ചരിത്രം പരിശോധിക്കുകയോ ചെയ്താൽ ആദ്യം മനസ്സിലാകുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന ഈ ഒരു വിശ്വാസം, ഈ വിശുദ്ധ ബൈബിൾ നമ്മുടെ മുൻപിൽ വെക്കുന്നത് ചോദ്യം ചോദിക്കുന്നവരുടെ മുൻപിൽ നിന്നും മുഖം മറച്ച് ഓടി ഒളിച്ച് രക്ഷപ്പെട്ട ഒരു സമൂഹത്തെ അല്ല കാണുന്നത്. ചോദ്യം ചോദിക്കുന്നവരുടെ നടുവിൽ വൃത്തിയായി അവരുടെ മുൻപിൽ മറുപടി കൊടുത്ത, ഇതിനെ കീറി മുറിച്ച് അനലൈസ് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് പരിശോധിച്ച് അതിന് മറുപടി കൊടുത്ത ഒരു സമൂഹത്തെയാണ് ക്രിസ്തീയ സമൂഹത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വരാനിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അപ്പസ്തോലന്മാർ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട്. വളരെ വ്യക്തമായി ലോകത്ത് നടക്കാനിരിക്കുന്ന എല്ലാ പാഷണ്ഡതകൾക്കും എല്ലാ തെറ്റായ പഠനങ്ങൾക്കുമെതിരെ കൃത്യമായ മറുപടികൾ കൊടുത്ത് അത് എഴുതി വച്ച് ദൈവം നമ്മുടെ മുൻപിൽ നൽകിയിട്ടുണ്ട്. അല്ലാതെ ചോദ്യത്തിന് മുൻപിൽ ഓടി ഒളിക്കുന്നവരെയല്ല ക്രിസ്തീയ സമൂഹം മനസ്സിലാക്കേണ്ടത്. ചോദ്യങ്ങളുടെ നടുവിൽ നിവർന്നു നിന്ന് മറുപടി കൊടുത്ത അപ്പസ്തോലന്മാരുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഇന്നത്തെ സമൂഹം എങ്ങനെയാണ്? നമ്മുടെ ചുറ്റുമുള്ള സമൂഹം, നമ്മൾ സുവിശേഷം പറയാനായിട്ട് പലരുടെ അടുത്തും ചെല്ലുന്നു, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുന്നു. യേശുവിനെ കുറിച്ച് ഒരു വാക്യം നിങ്ങൾ വാട്സാപ്പിലാകട്ടെ, സോഷ്യൽ മീഡിയയിലാകട്ടെ, ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആകട്ടെ, എങ്ങനെ പറഞ്ഞാലും ഇന്നൊരു പ്രതികരണം ഇല്ലാത്ത ജനമാണ്, അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞാൽ നീ പറഞ്ഞോ, ഞങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. യേശുവിനെ കുറിച്ച് പറഞ്ഞോ, മിണ്ടത്തില്ല. ആരെ കുറിച്ച് പറഞ്ഞാലും പ്രത്യേകിച്ച് ഒരു പ്രതികരണവും ഇല്ല. എന്തു പറഞ്ഞാലും എന്ത് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും ഒരു പ്രതികരണമില്ലാത്തൊരു സമൂഹം ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഇന്ന് സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ പ്രതികരണമില്ലാത്തൊരു സമൂഹത്തെ അല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ആദിമസഭയിൽ കാണുന്നത്. ക്രിസ്തീയ സഭയെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച ഒരു വ്യക്തിയെ മരുഭൂമിയിലിട്ട് കർത്താവ് അടിച്ചു. ക്രിസ്തീയ സഭയെ ശക്തമായി പീഡിപ്പിച്ചവനെതിരെ മരുഭൂമിയിൽ കർത്താവ് അവനെ ആഞ്ഞടിച്ചു. അവൻ ചോദിച്ചു, കർത്താവ് നീ ആരാ? നീ എന്തിനാ എന്നെ തല്ലുന്നേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കർത്താവ് പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. നീ എന്നെ പീഡിപ്പിച്ചാൽ നിനക്കുള്ള ഉത്തരം ഞാൻ മരുഭൂമിയിൽ തരുമെന്ന് പറഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസാണ് ആ വ്യക്തി, അല്ലേ? സാവൂൾ എന്ന് പറയുന്നവൻ ക്രിസ്തീയ സഭയെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവനെതിരെ ഇറങ്ങി വന്ന് ആക്ഷൻ എടുത്ത ഒരു കർത്താവിന് നമുക്കറിയാം. പ്രതികരിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലാതെ മണ്ണുണ്ണി ദൈവമല്ല. എന്ന് ഈ സഭ വിഗ്രഹത്തിന്റെ പിന്നാലെ പോയോ, എന്ന് ഈ വിശ്വാസം വിഗ്രഹത്തിൽ ദൈവത്തെ കാണാൻ തുടങ്ങിയോ, അന്ന് നശിച്ചു പ്രതികരണം, അന്നില്ലാതെയായി പ്രതികരണം. അന്നത്തോടെ പ്രതികരണം എന്ന് പറയുന്ന സംഭവം അവസാനിച്ചു. ഒരു ചോദ്യം നിങ്ങളൊരു പുരോഹിതനോട് ചോദിച്ചേ, ഏത് പുരോഹിത സഭയിലുള്ള ഏത് പുരോഹിതനോട് നിങ്ങൾ ചോദിച്ചേ, ഒരു പ്രാവശ്യം ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ മറുപടി ലഭിച്ചേക്കാം. ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു, ഒന്നല്ല പല വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പലതിലും അംഗമായിരുന്നു. ഒരു ചോദ്യം ചോദിച്ച് രണ്ടാമത്തെ ദിവസം എന്നെ റിമൂവ് ചെയ്ത ഗ്രൂപ്പുകളാണ് മിക്ക ഗ്രൂപ്പുകളും.
ചോദ്യം ചോദിക്കുന്നവന് ഇഷ്ടമല്ലാത്തവരാണ് നമ്മുടെ ആളുകൾ. ഇനി അവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, തർക്കിക്കാനുള്ളതല്ല. ദൈവവചനം അങ്ങനെ പറയുന്നുണ്ട്, അനാവശ്യമായ തർക്കങ്ങൾ നിങ്ങൾ ഒഴിവാക്കുവിൻ. അനാവശ്യമായ തർക്കങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമായ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ തന്നെയാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. ആ പാരമ്പര്യമാണ് നമുക്കുള്ളത്. നമ്മളോട് ചോദ്യം ചോദിക്കുന്നവന് ഉത്തരം കൊടുക്കാൻ പറഞ്ഞൊരു സഭയാണ് നമ്മുടെ സഭ, നമ്മുടെ ക്രിസ്തു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പ്രതികരണശേഷിയില്ലാത്തൊരു വിശ്വാസ സമൂഹത്തെ സൃഷ്ടിച്ച് ഇന്ന് ഇത്തരത്തിലാക്കിയിരിക്കുക നമ്മുടെ ഇടയിൽ. ഇന്ന് പ്രതികരണമൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു പ്രതികരണവും കാണുന്നില്ല. യേശുവിനെ തെരുവിൽ വലിച്ചു കീറിയാലും, യേശു ക്രിസ്തുവിനെയോ യേശുവിൻ്റെ സഭയെയോ തെരുവിൽ വലിച്ചു കീറിയാലും ഒരു ചോദ്യം ചോദിക്കാത്തവനുണ്ടെങ്കിൽ ഈ സഭ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവർ, ഈ കഴിഞ്ഞ കാലത്ത് പാലായിലുള്ളൊരു പിതാവ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാലാ രൂപതയിലുള്ളൊരു പിതാവ് തൻ്റെ കുഞ്ഞാടുകളോട് ഒരു പ്രബോധനം നടത്തി. ഇതാ ലവ് ജിഹാദ് എന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞത് പൊതുവേദിയിലല്ല, അദ്ദേഹം പറഞ്ഞത് ലോകക്കാർ മുഴുവൻ ഇരിക്കുന്നവരുടെ മുമ്പിലല്ല, സ്വന്തം കുഞ്ഞാടുകളുടെ നടുവിൽ ഒരു ഇടവക ദേവാലയത്തിൽ, ആ ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷയുടെ ഇടയിൽ സ്വന്തം മക്കളോട്, സ്വന്തം ആടുകളോട് പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം, ചെന്നായി കടിച്ചു കീറാൻ പുറത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പാല വർഷങ്ങളോളം ക്രിസ്തീയ സമൂഹത്തിൻ്റെ അഭിമാനമായി നിന്നൊരു കാലഘട്ടമുണ്ട്. ഇന്നും പറയപ്പെടുന്നത് പാല ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഈറ്റില്ലമാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ പാല തെരുവിൽ ചില ആളുകൾ, ചില സുഡാപ്പികൾ, അല്ലെങ്കിൽ ചില തെരുവിലിട്ട് പിതാവിനെ വലിച്ചു കീറി, അല്ലെങ്കിൽ പിതാവിനെതിരെ പ്രകടനം നടത്തി. ശക്തമായ പ്രകടനങ്ങൾ വന്നു. ഇവിടുത്തെ സമൂഹം പിതാവിൻ്റെ വാക്കിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. പിതാവ് മാപ്പ് പറയണം, പിതാവിനെതിരെ കേസ് കൊടുത്തു. ഇന്നും ആ കേസ് കോടതിയിൽ കിടക്കുക. അപ്പൊ ഇവിടുത്തെ ക്രിസ്തീയ സമൂഹം എന്തു പറയണമെന്ന് ഇന്ന് ആരാ തീരുമാനിക്കുന്നത്? സ്വന്തം കുഞ്ഞാടുകളോട് എന്ത് പറയണം, എന്ത് പ്രബോധനം കൊടുക്കണം, എന്താണ് അവരോട് സംസാരിക്കേണ്ടത്? നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുമ്പോൾ അതിനെതിരെ ഒരു മതിൽ തീർക്കാൻ പോലും സാധിക്കാത്ത, പ്രതികരിക്കാൻ ശേഷിയില്ലാത്തൊരു സമൂഹത്തെ വാർത്തെടുത്തത്, ഞാൻ പറയും, ഈ പാലാ പിതാവിനെ പോലെയുള്ള ഒരു വലിയ സമൂഹം തന്നെയാണ് നമ്മുടെ ഇടയിൽ ഇത് വാർത്തെടുത്തത്. ഒരു 5 വർഷം കഴിഞ്ഞാൽ, ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ പറയുന്ന ഇടവകകളിൽ അംഗങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഇവിടെ സംഭവിക്കുന്നത്, ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഇവിടെ ആരുമില്ല, പ്രതികരിക്കാൻ ആരുമില്ല, പ്രതികരണശേഷിയില്ല. കരഞ്ഞ് നിലവിളിച്ചിട്ടൊരു മാതാവിൻ്റെ ഫോൺ കോളാ. ഒരു മുസ്ലിം സ്ഥാപനത്തിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി പഠിക്കാനാക്കിയതിൽ പ്രതി ഇന്ന് ആ മാതാവ് അനുഭവിക്കുന്ന വേദനയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അവർ പറയും, എന്നെ സഹായിക്കാൻ ആരുമില്ല ബ്രദറെ, എൻ്റെ വാക്ക് കേൾക്കാൻ ആരുമില്ല, എൻ്റെ മകളിപ്പോൾ ഏതവസ്ഥയിലേക്ക് പോകുമെന്ന് എനിക്ക് അറിയത്തില്ല. അടുത്ത ആഴ്ചയിൽ ചിലപ്പോൾ അവളെ സിറിയയിൽ പോയാൽ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. അടുത്ത മാസം ഞാൻ ചിലപ്പോൾ അവളെ പോയി പരിശോധിക്കേണ്ടത് ലെബനനിലോ സിറിയയിലോ, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഏതെങ്കിലും ഇസ്ലാമിക് തീവ്രവാദികളുടെ ഇടയിൽ പോയി ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ട്, എൻ്റെ നടുവിലുണ്ടെന്ന് കരഞ്ഞു വിളിച്ച ഒരു മാതാവിൻ്റെ കരച്ചിലിന് മുമ്പിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യേശുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഇന്ന് നമ്മളും പഠിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളും പഠിപ്പിക്കണം. അപ്പസ്തോലന്മാർ അങ്ങനെയായിരുന്നു? വേണ്ട. ഇസ്രായേൽ സമൂഹം എങ്ങനെയായിരുന്നു? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ബൈബിൾ പുറപ്പാട് പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ കാണാം, അവർ പോന്ന മാർഗം, അവർ ചെങ്കടൽ പിളർത്തി പോന്നെങ്കിൽ കർത്താവ് പിന്നീട് വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വട്ടം വരുത്തി പറഞ്ഞു കൊടുക്കണം, കർത്താവ് എങ്ങനെ ചെങ്കടൽ പിളർത്തി നിങ്ങളവിടെ കൊണ്ടുവന്നു കാണിച്ചു കൊടുക്കണം, എങ്ങനെ ജോർദാൻ പിളർത്തി നിങ്ങളെ ഇവിടെ എത്തിച്ചു എന്ന് ദൈവത്തിൻ്റെ സഭയിൽ ദൈവമക്കളുടെ മുൻപിൽ പറഞ്ഞു കൊടുക്കണം. ഇന്ന് എത്ര പേര് പറയുന്നുണ്ട് സുവിശേഷത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? ഞാൻ പറയുന്ന, തെരുവിലിട്ട് യേശുവിനെ, ദൈവവചനത്തെ, സുവിശേഷകരെ, അപ്പസ്തോലന്മാരെ, സകലരെയും വലിച്ചു കീറുമ്പോൾ ഇവിടെ ആർക്കും ഒരു ചോദ്യമില്ല, മറുപടിയില്ല, സംസാരമില്ല. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫ്രണ്ട് ഒരു വീഡിയോ അയച്ചു തന്നു, ഒരു വീഡിയോൻ്റെ ലിങ്ക് അയച്ചു തന്നു. അതിൻ്റെ അകത്തൊരു ഇസ്ലാം സഹോദരൻ പറയുന്ന കാര്യം എങ്ങനെയാണ്? യേശു ക്രിസ്തു വ്യഭിചാരിയാണ്, യേശു ക്രിസ്തു കന്യാസ്ത്രീകളെ വ്യഭിചരിക്കുന്നു പരസ്യമായി. എവിടെയാ വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഇത്രയും പരസ്യമായി പറഞ്ഞിട്ടും ഇവിടെ ആർക്കും ഒരു പ്രതികരണമില്ല. ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇറങ്ങിയ, വേണ്ട 15 വർഷത്തിനിറങ്ങിയ സിനിമകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോ. വിശുദ്ധ വേദപുസ്തകത്തിലെ പേരുകളും, അതായത് നിങ്ങൾ സിനിമകൾ പരിശോധിക്കുമ്പോൾ കള്ളുകുടിയൻ, തെമ്മാടി, കൊലപാതകി, മദ്യത്തിൻ്റെ കച്ചവടക്കാരൻ തുടങ്ങി വ്യഭിചാരി തുടങ്ങി സകല പേരുകളും മറിയമായിരിക്കാം, അതല്ലെങ്കിൽ മേരി ആകാം, അതല്ലെങ്കിൽ യോസഫ് ആകാം,
ക്രിസ്തീയ നാമധാരികൾ മാത്രമേ അതിൻ്റെ അകത്ത് ഉണ്ടാവത്തുള്ളൂ. നന്മ പ്രവർത്തിക്കുന്നവൻ മുഹമ്മദും അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കും. നന്മ പ്രവർത്തിക്കുന്നവൻ, സമൂഹത്തെ ഉദ്ധരിക്കുന്നവൻ, ശാന്തതയുണ്ടാക്കുന്നവൻ, ഇതൊക്കെ ഈ പറയുന്ന പേരുകളായിരിക്കും. ഈ സിനിമകളുടെ മുഴുവൻ പുറകിൽ ആരാ പ്രവർത്തിക്കുന്നത് നിങ്ങൾ പരിശോധിച്ചറിയാം. ഇതിൻ്റെ ഫിനാൻസ് ആരാ ചെലവഴിക്കുന്നത്? ഇതിൻ്റെ പണം നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ പോലും അവന് കൊടുക്കുന്നത് നമ്മൾ അവനെ വളർത്തിയെടുക്കുക. അച്ഛന്മാര് ലോഹയിട്ട് വന്ന് തിന്മ ചെയ്യുന്നു, പാപികള് കള്ളൻ പിടിച്ച് അച്ഛനാകുന്നു. സിനിമ പേരുകൾ നിങ്ങൾ നോക്കിക്കുക, മുഴുവൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നുള്ള പേരുകൾ. പരസ്യമായി ക്രിസ്തീയതയെ അവഹേളിക്കുമ്പോഴും നമുക്ക് ചോദ്യമില്ല. അച്ഛന്മാര് വരെ പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ട് കൈയടിക്കും, കൊള്ളാം, അടിപൊളി, നന്നായിട്ടുണ്ട്. ഇവിടെ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു സമൂഹത്തെ വളർത്തിയെടുത്തു. നാളെ ഈ സമൂഹം ഉണ്ടാകത്തില്ല. ഒരു പെൺകുട്ടിയുടെ മുൻപിൽ വന്ന ചില ചോദ്യങ്ങളാ, യേശു എങ്ങനെ ദൈവമാകും? ഒരു മനുഷ്യൻ എങ്ങനെ ദൈവമാകും? യേശു എങ്ങനെ ദൈവമാകുന്നേ? യേശുവിൻ്റെ ദൈവത്വം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടോ? യേശു ദൈവമാണെന്ന് താൻ അവകാശപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ പതറുക ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുൻപിൽ. കാരണം ഇത് പറഞ്ഞു കൊടുക്കേണ്ടവർ പറഞ്ഞു കൊടുക്കുന്നില്ല, വായിച്ചു കൊടുക്കുന്നവൻ വായിച്ചു കൊടുക്കുന്നില്ല. നമ്മളോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. നാളെ ഈ ക്രിസ്തീയ സമൂഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കരുത്, പ്രതീക്ഷിക്കരുത്. ഇന്ന് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഈ സമൂഹം ഇത് അപ്പാടെ നീങ്ങും, ഇതില്ലാതെയാകും. ഇന്ന് സ്വന്തം പിതാക്കന്മാർ അല്ലെങ്കിൽ സഭയുടെ നേതാക്കന്മാർ എന്തു പറയണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടെയുള്ള മറ്റു സമൂഹമാണ്. ഇത് നാളെ ഇതിലും വലിയ അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയെങ്കിലും വിശ്വാസത്തിൽ വളർത്തിയെടുക്കാനുള്ളൊരു ശക്തി നമുക്കുണ്ടാകണം. ഒരു വ്യക്തിയിലേക്ക് വിശ്വാസം കടന്നു വരാൻ വളരെ ഈസിയാണ്. പെട്ടെന്ന് വിശ്വാസം കടന്നു വരും. ഒരു അത്ഭുതം കണ്ടു, ഒരു അടയാളം കണ്ടു, ദൈവം ചെയ്യുന്ന പ്രവൃത്തി കണ്ടു, നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. പിന്നെ അത് വളർന്ന് 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 അത് ബലപ്പെടും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് അല്ലേ? നിങ്ങളൊക്കെ ദൈവിക പ്രവൃത്തി കണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ പൂർണ്ണരായിരുന്നില്ല. പക്ഷേ ദൈവവചനം കേട്ട് പിന്നെയും അടയാളങ്ങൾ കണ്ട്, അത്ഭുതങ്ങൾ കണ്ട് ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നു. ഇസ്രായേൽ സമൂഹത്തെ നോക്കിക്കോ, ദൈവം മോശയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇസ്രായേല് ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. 10 മഹാമാരി അയച്ചു, വീണ്ടും വിശ്വസിക്കാൻ തുടങ്ങി. മരുഭൂമിയിൽ വഴി നടത്തി, വീണ്ടും വിശ്വസിക്കാൻ തുടങ്ങി. അഗ്നിസ്തംഭത്തെ കാണിച്ചു, വീണ്ടും വിശ്വസിക്കാൻ തുടങ്ങി. മേഘത്തൂണിന്റെ തണലിൽ ജീവിക്കാൻ പഠിപ്പിച്ചു. വിശ്വാസം ഇങ്ങനെ വളർന്നു വളർന്നു പോയി. വിശ്വാസം നഷ്ടപ്പെടുന്നതിനും ഇതേ അവസ്ഥ തന്നെയാണ്. ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ബലപ്പെട്ടാൽ, വിശ്വാസത്തിനെതിരെ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ബലപ്പെട്ടാൽ, അവിടെ നിന്ന് ഈ വിശ്വാസം തകർന്ന് 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 താഴോട്ട് തന്നെ വരും. നമ്മുടെ ഇടയിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പണ്ട് നമ്മുടെ മാതാപിതാക്കന്മാർ പറഞ്ഞിരുന്നൊരു ഉദാഹരണമുണ്ട്. അതായത് ഈ അയൽവക്കത്തുള്ള ചേട്ടന്മാർ എപ്പോഴും പറയും, നിന്നെ നിന്റെ കുടുംബത്തിന് വേണ്ടാന്നേ. 3 മക്കളുണ്ട്, ചേച്ചീനെ ചേട്ടനെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്റെ അപ്പനും അമ്മയ്ക്കും. നിന്നെ വേണ്ട, കാരണം എന്താണെന്നറിയോ? നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാ, നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാ. ഇത് പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചിലർ ചിരിക്കുന്നുണ്ട്. നമ്മൾ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, എടാ നിന്റെ വീട്ടുകാർ നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാ, അതുകൊണ്ട് നിന്നെ ശ്രദ്ധിക്കുന്നില്ല, പക്ഷേ നിന്റെ ചേട്ടനെയും ചേച്ചീനെയും അല്ലെങ്കിൽ അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഒരു വാള് കടത്തി വിടുക നമ്മൾ. കുറച്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞിന് തോന്നും, ശരിയാണല്ലോ, എൻ്റെ അപ്പൻ എന്നെ അത്ര പരിഗണിക്കുന്നില്ലല്ലോ, എൻ്റെ അമ്മ എൻ്റെ കാര്യത്തിൽ ഞാൻ സങ്കടം ചെന്ന് പറയാൻ വന്നപ്പോൾ അമ്മ അത് ശ്രദ്ധിച്ചില്ലല്ലോ. കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ആദ്യത്തെ മുള്ളു വളരാൻ തുടങ്ങും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇങ്ങനെ വലുതായി 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 അതിൻ്റെ ആഴം വർദ്ധിക്കും. കുറച്ചു കാലം കഴിഞ്ഞ് കുഞ്ഞ് മാതാപിതാക്കളെ അനുസരിക്കാതെയാകും, മക്കൾ പറയുന്നത് കേൾക്കാത്ത മക്കളായി മാറും, അവർ തന്നിഷ്ടക്കാരാകും, ലോകത്തിൻ്റെ വഴിയിൽ പോകും. ചെറിയൊരു തമാശയാണ് അല്ലേ? ചെറിയൊരു തമാശ, ഒരു കുഞ്ഞ് തമാശ അവൻ്റെ ഹൃദയത്തിൽ ഒരു മുള്ളായി വളർന്ന് അത് ആഴപ്പെട്ട് അത് ബലപ്പെട്ട് സംശയമായി. മക്കൾ മാതാപിതാക്കളെ കുറിച്ചുള്ള സംശയം ബലപ്പെട്ട് ബലപ്പെട്ട് അതിൻ്റെ അങ്ങേയറ്റം വന്നു. മാതാപിതാക്കളെ അനുസരിക്കാത്ത എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഈ ഒരു തമാശ, ഒരു ചെറിയൊരു തമാശ, ഞാൻ കേട്ടിട്ടുള്ള വാക്കത്. ഞാൻ എൻ്റെ ചെവിയിൽ ഇത് തന്നെ കേട്ടിട്ട്, നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാ, അതുകൊണ്ട് നിൻ്റെ അപ്പനും അമ്മയ്ക്കും നിന്നെ വലിയ താല്പര്യമില്ലാത്ത. ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവർ, ഇത് തന്നെ നമ്മുടെ വിശ്വാസത്തിനെതിരെ വരും. ഇതേ ചോദ്യം തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ നടുവിൽ വരും. യേശു ദൈവമാണോ? അവൻ എങ്ങനെ ദൈവമാകും? യേശു ദൈവമാണോ? നിങ്ങൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന ചോദ്യം നമ്മുടെ മുൻപിൽ വരും. ഞാൻ അതിൻ്റെ ഒപ്പം കൂടെ പറയുന്നൊരു കാര്യം ഞാൻ അതുകൂടി ചേർത്ത് പറയാം. അതായത് യേശുവിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ, വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചാലും ഇവിടെ ഒരു മറുപടി ഉണ്ടായില്ല, ഒരു മറുപടി വീഡിയോ കാണത്തില്ല. ഒരു അച്ഛന്മാരും വരത്തില്ല, ഒരു പിതാക്കന്മാരും വരത്തില്ല, ഒരു സിസ്റ്റേഴ്സും വരത്തില്ല, എന്ന് വേണ്ട സഭയുടെ ഒരു നേതാക്കന്മാർ, ഒരു പാസ്റ്ററും വരത്തില്ല.
പക്ഷേ മാതാവിനെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിയേ. യേശുവിൻ്റെ അമ്മ മാതാവിനെ കുറിച്ച് ഒരു വാക്കൊന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് പറഞ്ഞു നോക്കിയേ. അപ്പം എല്ലാവരും കൂടി ഓടി പറഞ്ഞു വരും. അപ്പം തന്നെ വീഡിയോ ആയി, സഭയുടെ പ്രസ്താവനയായി, പത്രക്കുറിപ്പായി, അടുത്ത ഞായറാഴ്ച മറ്റേ എന്താ പറയുക ഇത് വായിക്കലായി എന്ന് വേണ്ട എല്ലാവിധ പ്രതികരണങ്ങളും വരും. നമ്മുടെ ദൈവം ആരാ? നമ്മളെ വീണ്ടെടുത്തവൻ ആരാ? നമ്മുടെ രക്ഷകൻ ആരാ? ഇത് നമ്മൾ ചിന്തിക്കണം. ഈ പ്രതികരണ ശേഷി ഇല്ലാത്തവർ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഇത്തരം തിന്മകൾ ദൈവത്തിനെതിരെ പറയുമ്പോൾ ഒരു മറുപടിയില്ല, യേശുവിനെതിരെ പറഞ്ഞാൽ ഒരു മറുപടിയില്ല. സെയിൻറ്റ് അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്ക് ദ കൺഫെഷൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ. ഈ ബുക്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ പാപം, അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്ത ദൈവത്തിനെതിരെ ചെയ്തൊരു വലിയ പാപത്തെക്കുറിച്ച് സെയിൻറ്റ് അഗസ്റ്റിൻ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അഗസ്റ്റിൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇതാ ഇസ്രായേൽ ജനം ചെയ്ത വലിയ പാപം, അത്ഭുതങ്ങൾ കണ്ട്, അടയാളങ്ങൾ കണ്ട്, ദൈവ തേജസ്സുള്ള ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ മറന്നുകൊണ്ട് പുല്ല് തിന്നുന്ന നാൽക്കാലിയെ അവൻ ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. ഒരു കാളയെ, ഒരു കാളക്കുട്ടിയെ, സ്വർണത്തിൻ്റെ കാളക്കുട്ടി ഉണ്ടാക്കി ഒരു വിഗ്രഹം നിർമ്മിച്ച് ഇതാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്നും വിടുവിച്ചത് എന്ന് പറഞ്ഞ് അതിനെ ആരാധിച്ചു. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഭാഷ ഇതാണ്. അദ്ദേഹം പറയുന്നത് ഇന്നും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പുല്ല് തിന്നുന്ന കാളയെ ദൈവമായി ആരാധിക്കാൻ തുടങ്ങി. അതായത് ദൈവത്തിൻ്റെ തേജസ്സിനെ അവൻ മറന്ന് വെറും സൃഷ്ടിയുടെ തേജസ്സിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന പുല്ല് തിന്നുന്ന കാളയ്ക്ക് ദൈവത്തിൻ്റെ തേജസ് കൊടുത്തു. ഇവിടെ മനുഷ്യൻ ചെയ്ത പാപത്തെക്കുറിച്ച് സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത് നിന്റെ ഉള്ളിൽ പുല്ല് തിന്നുന്ന കാളയുടെ ആത്മാവാണുള്ളതെന്നാണ് പറയുന്നത്. നിന്റെ ഉള്ളിൽ പുല്ല് തിന്നുന്ന നാൽക്കാലിയായ കാളയുടെ ആത്മാവാണുള്ളത്. അപ്പം കാളയുടെ ആത്മാവുള്ളവനാണ് വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകത്തുള്ളൂ. ഇതാ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ഭാഷ്യം. ഇന്ന് വിഗ്രഹത്തെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ പൊക്കി പിടിക്കുന്നത്. വിഗ്രഹമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്ന് വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോയോ അന്ന് ഇതേ അവസ്ഥയിൽ തകരാൻ തുടങ്ങി. ദൈവത്തിനെതിരെ പറഞ്ഞാൽ ആർക്കും ഒരു മറുപടിയില്ല. പകരം മനുഷ്യനെതിരെ പറഞ്ഞാൽ, അല്ലെങ്കിൽ മാതാവിനെതിരെ പറഞ്ഞാൽ, വിശുദ്ധർക്കെതിരെ പറഞ്ഞാലൊക്കെ പ്രതികരിക്കാൻ ഇവിടെ ആളുണ്ട്. പക്ഷേ യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്താലും തെരുവിലിട്ട് വലിച്ചു കയറിയാലും ഇവിടെ ആരും ഒരു മറുപടിയില്ല. ഞാൻ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെങ്കിലും ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം. ഈ ഒരു മാറ്റം നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. രണ്ട് തരത്തിലുള്ള ആളുകളാണ് യേശുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള ആളുകൾ. ഈ വിശുദ്ധ വേദപുസ്തകത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുകയും ഞങ്ങൾ ഈ പുസ്തകമാണ് കൊണ്ടു നടക്കുന്നത്, ഇത് ദൈവവചനമാണ്, ഇതെല്ലാം ഓക്കെയാണ്, ഇത് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നൊക്കെ അംഗീകരിക്കും. പക്ഷെ യേശു ദൈവമല്ല എന്ന് പറയുന്ന ആളുകൾ, പരസ്യമായ യേശുവിൻ്റെ ദൈവത്വത്തെ അധിക്ഷേപിക്കാത്തവർ, ഇതാണ് ഞാൻ പറഞ്ഞ വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നവർ. വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഇത് തന്നെയാണ്. ദൈവത്തെ അംഗീകരിക്കുന്നവൻ വിഗ്രഹത്തെ തള്ളിപ്പറയും. പുല്ല് തിന്നുന്ന കാളയ്ക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊടുക്കുന്നവൻ അവൻ ഒരിക്കലും ഈ വിഗ്രഹത്തിൻ്റെ തള്ളിപ്പറയാൻ നിൽക്കത്തില്ല. അവൻ വിഗ്രഹത്തെ കെട്ടിപ്പിടിക്കത്തേ ഉള്ളൂ. അവന് വിഗ്രഹമാണ് ദൈവം. ആ വിഗ്രഹത്തെ കെട്ടിപ്പിടിക്കുന്നവൻ യഥാർത്ഥത്തിൽ യേശുവിനെ തള്ളിപ്പറയുന്നവനാണ്. രണ്ടാമത് മറ്റൊരു തലമുണ്ട്. യേശുവിനെ അംഗീകരിക്കും, പക്ഷേ യേശുവിന് പ്രവാചകൻ മാത്രമായിട്ട് അംഗീകരിക്കും, യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന ഇസ്ലാം സഹോദരങ്ങളെ പോലുള്ളവർ യേശുവിനെ പ്രവാചകനൊക്കെയാണ്, പക്ഷേ യേശു ദൈവമല്ല. യേശു ഒരു പ്രവാചകനാ, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, അവൻ നല്ലവനാ, പക്ഷേ യേശു ദൈവമാണോ? അല്ല, യേശു ദൈവമല്ല. ഇത്തരത്തിൽ പറയുന്ന മറ്റൊരു തലമുണ്ട്. ഈ രണ്ട് ഘട്ടങ്ങളുള്ള ആളുകളെയും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണേ, യെശയ്യാ പ്രവചനം അതിൻ്റെ 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മളൊരു വചനം വായിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനിയായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ ആരാണ്? അവൻ ശക്തനായ ദൈവം, നിത്യനായ പിതാവ്. അപ്പൊ ജനിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം. ഒരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും തന്നെയായിരുന്നു യേശു. ആ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവം അതിൻ്റെ തുല്യത അല്ലെങ്കിൽ സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ താഴോട്ടിറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മുടെ രക്ഷയെ അത് സൗഭാഗ്യമായി നമുക്ക് നൽകിയ യേശു ക്രിസ്തുവിനെ കുറിച്ച്
പഴയ നിയമ പ്രവാചകൻ എഴുതിയിരിക്കുകയാണ്, എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആ നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യവും അവന്റെ ചുമലിലായിരിക്കും, സകല ആധിപത്യവും അവന്റെ ചുമലിലാണ്. വിസ്മയനായ ഉപദേഷ്ടാവ്, അവൻ ഒരു ഉപദേഷ്ടാവാണ്. ശക്തനായ ദൈവം, അവൻ ശക്തനായ ദൈവമാണ്. നിത്യമായ പിതാവ്, അവൻ നിത്യനായ പിതാവ് തന്നെയാണെന്ന്. സമാധാനത്തിന്റെ രാജാവ്, സമാധാനത്തിന്റെ രാജാവ് യേശുവാണെന്ന് ഇതാ പഴയ നിയമ പ്രവാചകന്മാരിലൂടെ തന്നെ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്തുകൊണ്ടാണ് സാവൂൾ സഭയെ പീഡിപ്പിച്ചത്? എന്തുകൊണ്ടാണ് സാവൂൾ സഭയെ പീഡിപ്പിച്ചത്? നമ്മുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ഇടവകയിലുള്ള ഞാൻ നിൽക്കുന്ന സഭാ സമൂഹത്തിലുള്ള മൊണ്ണ കുഞ്ഞാടുകളെ പോലെ ഉള്ളതല്ല യഹൂദ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. തൻ്റെ ദൈവത്തിനെതിരെ ഇതാ ആ ദൈവം ഇതാ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അപ്പസ്തോലന്മാർക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു സാവൂളിനെയാണ് നമ്മൾ സഭയിൽ കാണുന്നത്. പൗലോസ് അത് പറയുന്നുണ്ട്, ദൈവത്തോടുള്ള തീഷ്ണതയാൽ സഭയെ പീഡിപ്പിച്ചവനാ ഞാൻ. ദൈവത്തോടുള്ള തീഷ്ണത ഇല്ലാത്തത് കൊണ്ടല്ല, ഇത് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല ഞാൻ സഭയെ പീഡിപ്പിച്ചത്. ദൈവത്തിൻ്റെ ആ വലിയ ഈ രഹസ്യങ്ങളെ വളച്ചൊടിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ സഭയെ പീഡിപ്പിച്ചത്. ദൈവം എനിക്ക് വെളിപ്പെടുത്താത്തത് കൊണ്ട്, ചില കാര്യങ്ങൾ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ സഭയെ പീഡിപ്പിച്ചവനാ. ഇന്ന് നമ്മുടെ സമൂഹം എങ്ങനെയാ? നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ചില മൊണ്ണ കുഞ്ഞാടുകളെ ഒരു ഉപകാരമില്ല. വല്ല ഉപകാരമുണ്ടോ? അച്ഛന്മാർ പറയുന്നേ, നമുക്ക് ജനാഭിമുഖ കുർബാന വേണം, അത് നമ്മുടെ അവകാശമാണ്, നമ്മൾ പോയി തെരുവിലിറങ്ങി യുദ്ധം ചെയ്യണം. അതുവരെ മിണ്ടാതിരുന്ന ഈ മൊണ്ണ കുഞ്ഞാട് പിറ്റേ ദിവസം ഇറങ്ങും. പിറ്റേ ദിവസം കൊടിയും പിടിച്ചുകൊണ്ട് എറണാകുളത്തും അങ്കമാലിയിലൊക്കെ ഇറങ്ങി ഇവൻ സമരം ചെയ്യും. ആർക്കെതിരെ ഈ സമരം? എടാ, സഭയ്ക്ക് പുറത്തുനിന്ന് വരുന്ന ഈ പ്രതികൂലങ്ങളെ തൊടാനായിട്ട് നിന്റെ നാവ് പൊന്തത്തില്ല, നിനക്ക് കൊടി വേണ്ട, നിന്റെ അതരം പുറങ്ങത്തില്ല, നിനക്കപ്പോ ഒരു താല്പര്യമില്ല, നീ മൊണ്ണക്കുഞ്ഞാടാ. എന്നാൽ ഇതിൻ്റെ അകത്ത് നടക്കുന്ന ചില ഡിനോമിനേഷണൽ ഫൈറ്റുകൾ ഇതാ കർത്താവ് യേശുമിശിഹ പറയുന്നത്. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ പോലും തർക്കങ്ങളുണ്ട് എന്നതിൽ ഞാൻ ഖേദിക്കുന്നു, ഞാൻ ലജ്ജിക്കുന്നു. നിങ്ങളുടെ ഇടയിലെ തർക്കങ്ങൾ തീർക്കാൻ നിങ്ങൾ കോടതിയെ സമീപിക്കുന്നു, വിജാതീയ കോടതികളെ സമീപിക്കുന്നു, അതിൽ ഞാൻ ലജ്ജിക്കുന്നു. ഇന്ന് കേസ് കൊടുക്കുക ഈ ഡിനോമിനേഷണൽ ഫൈറ്റ് തീർക്കാൻ. കിടന്ന് അടിയും ബഹളവാ, തെരുവിലിറങ്ങി യുദ്ധം ചെയ്യുക ഈ ഒരൊറ്റ കാര്യത്തിന്. ഇനി എങ്ങോട്ട് തിരിഞ്ഞെന്ന് കുർബാനയിലിട്ട് എന്ത് കാര്യം? അവനൊക്കെ മുന്നോട്ടോ പിന്നോട്ടോ തിരിഞ്ഞെന്ന് കയറിയിട്ട് എന്ത് കാര്യം? കർത്താവ് യേശു പറഞ്ഞ, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ പോയി അവനുമായി രമ്യതപ്പെട്ടിട്ട് പോയി ബലിയർപ്പിക്കാനാ പറഞ്ഞേ. ആ കുർബാനയുടെ ബലിപീഠത്തിന് നടുവിൽ കിടന്ന് യുദ്ധം ചെയ്തിട്ട് ഇവൻ ബലിയർപ്പിച്ചിട്ട് എന്ത് ഗുണമുള്ളേ? അത് പറയുമ്പോൾ ഇറങ്ങിത്തിരിക്കാൻ ഇവിടെ ആളുണ്ട്. പക്ഷെ യേശു ക്രിസ്തുവിനെതിരെ പറയുമ്പോൾ അതിനെതിരെ ഒരു വിരൽ അനക്കാൻ ആളില്ല, അതിനെതിരെ പ്രതികരിക്കാൻ ആളില്ല, അതിനെതിരെ സംസാരിക്കാൻ താല്പര്യമില്ല. സ്വന്തം കുടുംബത്തിലെ പെണ്ണുങ്ങള് ഇതുപോലെ തെരുവിൽ ഇറങ്ങിപ്പോകുമ്പോൾ, സിറിയയിലേക്കും പലസ്തീനിലേക്കും പോയി യുദ്ധം ചെയ്യാൻ ഇറങ്ങിപ്പോകുമ്പോൾ പ്രതികരിക്കാൻ ഇവിടെ ഒരെണ്ണം പോലും ഇല്ല. ഇവിടെ ആർക്കും പ്രതികരിക്കണ്ട. സ്വന്തം പിതാവ് സ്വന്തം കുഞ്ഞാടുകൾക്ക് ഒരു പ്രബോധനം കൊടുത്തപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരണം നടത്തി. ഒരൊറ്റെണ്ണം ഇറങ്ങിയില്ല പ്രതികരിക്കാൻ. സഭയുടെ ഒരു ഔദ്യോഗിക ലേഖനം പോലും ഇറങ്ങിയില്ല. അല്ലെങ്കിൽ പാലാ പിതാവിനെ എങ്ങനെ എതിർക്കാൻ പറ്റുമെന്ന് ഇവിടെയുള്ള തൊട്ടടുത്തുള്ള സഭകൾ നോക്കിയത്. അല്ലാതെ കർത്താവിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരുത്തനുണ്ടായില്ല, ഒരൊറ്റ ഒന്നും ഉണ്ടാവത്തുമില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഞാൻ പറയുന്നത്, ഇത് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ട് കാലം കുറേയായി. ഇല്ല, ഇനി ഒട്ടും ഉണ്ടാകാനും പോകുന്നില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രവാചകന്മാർ വ്യക്തമായി യേശുവിനെ കുറിച്ച് പറഞ്ഞു, അവൻ നിത്യനായ പിതാവ്, അവൻ സർവശക്തനായ ദൈവം, അവനാണ് ദൈവം എന്ന് വെളിപ്പെടുത്തി. ആ വിശ്വാസം അപ്പസ്തോലനായ സാവൂളിന്റെ മുൻപിൽ അല്ലെങ്കിൽ പൗലോസിന്റെ ഉള്ളിൽ ഒന്ന് കത്തി, ഒരു തീ ജ്വലിച്ചു. അവന് മനസ്സിലായി പിതാവായ ദൈവമാണ് ഏകസത്യ ദൈവമെന്ന് അവനറിയാം. ഇതാ ഒരുത്തം വന്നിട്ട് പറയുകയാണ്, അല്ല യേശു ദൈവമാണ്. അവൻ അംഗീകരിക്കത്തില്ല. അവൻ പീഡിപ്പിക്കാൻ ഇറങ്ങി. ഇത് പറഞ്ഞവനെതിരെ അവൻ വാളുമെടുത്തു. ഇത് പറഞ്ഞവനെ കൊല്ലാൻ, കല്ലെറിയാൻ, നശിപ്പിക്കാൻ എല്ലാ ചട്ടക്കെട്ടും എല്ലാ അധികാരപത്രവും വാങ്ങി കുതിരപ്പുറത്ത് ഇറങ്ങിയവനെ കർത്താവിട്ട് അടിച്ചു വീഴ്ത്തിയിട്ട് പറഞ്ഞത്, എടാ ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് യഹോവ, ഞാൻ തന്നെയാണ് യേശു ക്രിസ്തു. അത് നീ വിശ്വസിക്കണം, അത് വേദപുസ്തകത്തിലുണ്ട്. ഇത് നീ വിജാതീയരെ പഠിപ്പിക്കാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുന്നു. അവിടെ നിന്നാ പൗലോസിനെ വിളിക്കുന്നത്. പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, സഭയോടുള്ള ദൈവത്തോടുള്ള തീഷ്ണത കൊണ്ട് ഞാൻ സഭയെ പീഡിപ്പിച്ചവനാ. ഇന്ന് ദൈവത്തോട് എത്ര പേർക്ക് തീഷ്ണതയുണ്ട് ഇവിടെ?
എത്ര പേർക്കുണ്ട്? ദൈവത്തോട് തീഷ്ണതയുണ്ടെങ്കിൽ നീ വെറുതെ ഇരിക്കത്തില്ല. ചുമ്മാ കസേരയിൽ വന്നിരിക്കാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. ദൈവത്തോടുള്ള തീഷ്ണത പ്രകടിപ്പിക്കാനുള്ളതാ. ദൈവത്തോടുള്ള തീഷ്ണത അത് പ്രകടിപ്പിക്കാനുള്ളതാ. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർവീര്യമാ. ഓ, നീ ഭയങ്കര ദൈവവിശ്വാസിയാ, നീ ഭയങ്കര ദൈവാരാധകനാ, ദൈവത്തെ ആരാധിക്കുന്നവനാ, പക്ഷെ ഒരു പ്രശ്നം വന്നാൽ ഞാനില്ല. ഓ, അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ, ഞാനിവിടെ ഇരുന്നോളാം. പ്രശ്നം അവർ തീർത്തോളൂന്നേ. നമ്മളതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല, നമ്മളിതൊന്നും സംസാരിക്കാൻ പോകുന്നില്ല. നാളെ ഒരു പക്ഷേ ഇനി ഇത് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോ പുറത്തു വരുമ്പോൾ എനിക്കെതിരെ തെറിവിളി വന്നേക്കാം, എൻ്റെ സഭയിൽ നിന്ന് എന്ത് പ്രശ്നം വന്നേക്കാം. പക്ഷെ ഇതിനൊന്നും പുല്ലുവില പോലും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. കാരണം നോക്കേണ്ടത് മനുഷ്യനെയല്ല, ദൈവത്തെയാ. അപ്പസ്തോലന്മാർ പറഞ്ഞൊരൊറ്റ വാക്കേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ, യേശുവിനെ കുറിച്ച് ഇനിയൊന്നും സംസാരിക്കരുത് പത്രോസേ, ഇനിയൊന്നും സംസാരിക്കരുത് യോഹന്നാനെ, ഇനിയൊന്നും സംസാരിക്കരുത് യാക്കോബേ എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യനേക്കാൾ ഞങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നെന്ന് പറഞ്ഞ അതേ അപ്പസ്തോലന്മാരുടെ പാതയാണ് ഞങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങൾ സൃഷ്ടിച്ച മൊണ്ണ കുഞ്ഞാടുകളുടെ പിന്നാലെയല്ല ഞങ്ങൾ പോകുന്നത്. യഹൂദരെന്തുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ചത്? യഹൂദരെന്തുകൊണ്ടാണ് യേശുവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തത്? റോമൻ സൈന്യത്തിന് മുമ്പിൽ യേശുവിനെ കൊടുത്തത് എന്തുകൊണ്ടാ? യേശു താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടത് കൊണ്ടാ. യേശു താൻ സ്വന്തം പിതാവിൻ്റെ സ്ഥാനം അവകാശപ്പെട്ടത് കൊണ്ടാ. പിതാവിന് മാത്രം പറയാൻ കഴിവുള്ള, പിതാവ് മാത്രം പറയുന്ന ചില വാക്യങ്ങൾ, ചില വാക്കുകൾ യേശു താനാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് യേശുവിനെ പീഡിപ്പിക്കാൻ വിട്ടുകൊടുത്തത്, യേശുവിനെ ക്രൂശിച്ചത്. ഇന്ന് നമ്മളും യേശു ദൈവമാണെന്ന് പറയുമ്പോൾ പീഡ ഏൽക്കും. യേശു ദൈവമാണെന്ന് നീ സമൂഹത്തിനെ വിളിച്ചു പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിന്നെയും ആളുകൾ വലിച്ചെറിയും, നിന്നെയും പീഡിപ്പിക്കും. കർത്താവ് പറഞ്ഞത് തന്നെയാ, പച്ചക്കൊമ്പിനോട് ഇതാ ചെയ്തെങ്കിൽ നിന്നോട് ഇതിലും വലുത് ചെയ്യും. ഞാൻ പറഞ്ഞ ഭയമുള്ളവൻ അവൻ വിശ്വാസിയല്ല. അവൻ്റെ വിശ്വാസം നിർവീര്യമാ, അത് നിർജീവമായി, അത് ഇല്ലാതെയായി. അവന് വിശ്വാസമൊന്നുമില്ല. അവൻ വിശ്വാസിയാണെന്ന് വെറുതെ പറയുന്നേ ഉള്ളൂ, അവന് വിശ്വാസമൊന്നുമില്ല. ഇന്ന് കർത്താവിന് വേണ്ടി പ്രതികരിക്കാൻ നിന്റെ ആദരം തുറക്കുന്നില്ലെങ്കിൽ നീ വിശ്വാസി അല്ല. കാരണം അപ്പസ്തോലന്മാർ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തിയത് വിശ്വാസി ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുന്നവരാ. ഞാൻ പറയുന്ന വാള് കഴുത്തിൽ വെച്ചിട്ട് വളർത്തിയൊരു വിശ്വാസമാണോ ക്രിസ്തീയത? ആണോ? അങ്ങനെയാണോ വളർത്തിയേ? ആണോ? കേരളത്തിൽ പാലും പാൽപ്പൊടിയും കൊടുത്തിട്ടാണോ ക്രിസ്തീയ വിശ്വാസം വളർത്തിയത്? ആണോ? അല്ല. നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്ക്. ക്രിസ്തീയ വിശ്വാസം വളർന്നു വന്നത് വിശുദ്ധ വേദപുസ്തകം യേശു ദൈവമാണെന്ന് പ്രഖ്യാപിച്ച സത്യവചനം ലോകത്ത് പ്രഘോഷിക്കുകയും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവം അത് സ്ഥിരീകരിക്കുകയും ചെയ്തപ്പോൾ വളർന്നു വന്ന വിശ്വാസമാണ്. പീഡനങ്ങളുടെ നടുവിൽ ക്രിസ്ത്യാനി എന്ന് ഒരുവൻ ആദ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അവൻ്റെ ഡെത്ത് വാറന്റ് അവൻ പ്രഖ്യാപിക്കുക. ഞാൻ ക്രിസ്ത്യാനി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അന്ന് പറയും ഇവന്റെ ഡെത്ത് വാറന്റ് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നൊരു കൗതുകകരമായ ഒരു കാര്യമുണ്ട്. പ്രധാനപ്പെട്ട 3 തീവ്രവാദ സംഘടനകളുണ്ട്. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 ഹൂത്തി, 3 എച്ചില തുടങ്ങുന്നത്. ഈ 3 തീവ്രവാദ സംഘടനകളുടെയും നേതാവായി ഒരുവൻ പരിഗണിക്കപ്പെടുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഈ പറയുന്ന നിരീക്ഷകർ മുഴുവൻ പറയുന്നത് അവന്റെ ഡെത്ത് വാറന്റ് എഴുതി കഴിഞ്ഞു, ഇസ്രായേൽ അവനെ തട്ടും. ആദിമസഭയിലെ ഒരുവൻ ക്രിസ്ത്യാനിയാണെന്ന് തൻ്റെ വിളിച്ചു പറയുമ്പോൾ തന്നെ അവന്റെ ഡെത്ത് വാറന്റ് എഴുതി. കാരണം അന്ന് ക്രിസ്തീയ സഭയെ പീഡിപ്പിക്കുന്നവരാ ചുറ്റുമുള്ളത്. ചുറ്റുമുള്ള രാജാക്കന്മാരാകട്ടെ, സമൂഹമാകട്ടെ, വിശ്വാസികളാകട്ടെ ക്രിസ്ത്യാനിയെ കൊല്ലാൻ വാളെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാ ഞാൻ ക്രിസ്ത്യാനിയാണ്, എൻ്റെ യേശു രക്ഷകനാണ്, അവൻ ദൈവമാണ്, അവൻ എൻ്റെ കർത്താവാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസത്തെ വളർത്തിയെടുത്തത്. ഹെബ്രായ ലേഖനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, രക്തസാക്ഷികളുടെ നടുവിലാ ക്രിസ്തീയ സമൂഹം നിൽക്കുന്നത്. അവരുടെ രക്തത്തിന്റെ മുകളിലാണ് ഈ സഭ കെട്ടിപ്പടുത്തിരിക്കുന്നത്. അവരുടെ രക്തത്തിന്റെ മുകളിലാണ് ഈ വിശ്വാസം കെട്ടിപ്പടുത്തത്. രാത്രികൾ ഉറക്കൊളിച്ചിരുന്ന് ഈ പുസ്തകം എഴുതി കൊടുക്കുമ്പോൾ, ഓരോ വാക്യങ്ങളും എഴുതുമ്പോൾ ഇത് എഴുതുന്നവനെ കൊല്ലാനിറങ്ങിയവരുണ്ട്. ഇന്ന് എഴുതുന്ന പോലെയല്ല. ഇന്ന് വെറുതെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇരുന്ന് ടൈപ്പ് ചെയ്യാം, എഴുതി സൂക്ഷിക്കാം. അന്ന് ഒരു പേപ്പർ ഉണ്ടാക്കാൻ ഒരു ദിവസത്തെ അധ്വാനമാണ്. ആ പേപ്പറിൽ എഴുതി കൂട്ടണമെങ്കിൽ പിന്നെയും 2-3 ദിവസത്തെ അധ്വാനമാണ്. ഈ ലേഖനങ്ങൾ, അപ്പസ്തോലന്മാരുടെ വചനങ്ങൾ, അവർ പഠിപ്പിച്ച സുവിശേഷം, അവർ പ്രഘോഷിച്ച ദൈവത്തിൻ്റെ വചനം ഇന്ന് നമുക്ക് നൽകാൻ അവർ അനുഭവിച്ച കഷ്ടതകളുണ്ട്, അവർ അനുഭവിച്ച വേദനകളുണ്ട്, അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെ ജീവൻ ബലി കൊടുത്തിട്ടാ ഇന്ന് ഈ പുസ്തകം തന്നത്. ഇന്ന് ഈ വേദപുസ്തകത്തിൻ്റെ കസ്റ്റോഡിയൻ ഞങ്ങളാണെന്ന് പറയുന്നവൻ ഈ വേദപുസ്തകത്തിനെതിരെ തെരുവിൽ വലിച്ചു കീറുമ്പോൾ ഒരക്ഷരം മിണ്ടാതിരിക്കുന്ന അവരുടെ മുൻപിലാ ഇന്ന് കർത്താവ് കോപിച്ചു നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ വിശ്വാസ സമൂഹം ഇത്രയും നിർജീവമായി പോയതിൻ്റെ കാരണവും ഇത് തന്നെയാണ്.
ഈ വേദപുസ്തകത്തിൻ്റെ അവകാശം പറയുന്നവൻ ആ വേദപുസ്തകം എങ്ങനെ ഉണ്ടായി എന്ന് പറയാനും കൂടി അവൻ ബാധ്യസ്ഥനാണ്. നിങ്ങളത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഒരു പേജ് എഴുതാൻ അവർ കഷ്ടപ്പെട്ടത് ഏകദേശം 25,000-ലധികം കയ്യെഴുത്ത് പ്രതിയാണ് പുതിയ നിയമത്തിൻ്റെ സുവിശേഷങ്ങളുടെ കയ്യെഴുത്ത് പ്രതി നമ്മുടെ കയ്യിലുള്ളത്. 1, 2, 3 നൂറ്റാണ്ടുകളിൽ പീഡനങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ഇത് ഇരുന്ന് എഴുതി കൂട്ടിയ 25,000-ലധികം കയ്യെഴുത്ത് പ്രതിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി 1, 2 നമ്മൾ എത്ര പേര് എഴുതിയിട്ടുണ്ട് ഈ വചനം?